കൃഷ്ണയുടെ അമ്മയല്ലേ? ആ അതെ. എന്റെ പേര് നന്ദഗോപാല്. കളരിക്കൽ തറവാട്ടിലെയാ. മുമ്പ് കൃഷ്ണ തറവാട്ടിലൊരു സർപ്പകാലത്തിന് വന്നിരുന്നു. അറിയാം. എന്റെ മകൻ സർപ്പശാപം കൊണ്ട് ബുദ്ധിമുട്ടുക. അവന്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്നാ പൂജാരി പറഞ്ഞേക്കുന്നത്. കൃഷ്ണമോളൊന്ന് വന്നിരുന്നെങ്കിൽ കൃഷ്ണമോള് വന്ന് പരിഹാരം ചെയ്താൽ മാത്രമേ എന്റെ മോനെ രക്ഷിക്കാൻ പറ്റൂന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ മോൾക്ക് അങ്ങനെയുള്ള സിദ്ധിയൊന്നുമില്ല. അതൊക്കെ വെറുതെ. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അപേക്ഷ. തള്ളിക്കളയരുത്. മകളെ ഒന്ന് ഇവിടം വരെ അയക്കണം. ഒരാളുടെ അസുഖത്തിന്റെ കാര്യമാവുമ്പോ അത് മാനിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്റെ മോള് എന്റെ അടുത്തില്ല. അറിയാം. സുരേന്ദ്രനോട് ഞങ്ങൾ ചോദിച്ചിരുന്നു, എപ്പോഴാ മോള് വരിക? എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എപ്പോഴാണോ എന്റെ മോൾ എന്നെ വിളിക്കുന്നേ അപ്പൊ ഞാൻ അവളോട് കാര്യം പറയാം. അങ്ങോട്ട് വരാനും പറയാം. മതി. എന്റെ മോനെ രക്ഷിക്കാൻ നിങ്ങളുടെ മോൾക്കേ പറ്റൂ. ഞങ്ങളെ സംബന്ധിച്ച് കൃഷ്ണമോളിപ്പോ ദൈവത്തിന്റെ സ്ഥാനത്താ. ഞാൻ വിടാന്ന് പറഞ്ഞല്ലോ. നാട്ടിലേക്ക് കേറിക്കും. അവളെ അവിടെ വെച്ച് തീർക്കണം. ആരും ഒരു തെളിവും കണ്ടെത്താൻ പാടില്ല. ഒന്നുകിൽ ഏതെങ്കിലും കൊക്കയിൽ വലിച്ചെറിയ, അല്ലെങ്കിൽ കാട്ടിലിട്ട് കത്തിച്ചേക്ക്. ശരി ചേച്ചി. ഒരു കാരണവശാലും നമ്മളിതില് പരാജയപ്പെടരുത്. എല്ലാം കഴിഞ്ഞിട്ടേ വിളിക്കാൻ ചേച്ചി. ഇവള് ചത്തത് കുട്ടനാട്ടുകാർ മുഴുവൻ അറിയണം. കാശിനു വേണ്ടി സുന്ദരിയെ തേടി നടക്കുന്ന സകലരും അറിയണം. ഒരുത്തനും പിന്നെ സുന്ദരിയെ തേടി നടക്കരുത്. സുന്ദരിയെ തേടി വരാൻ കാലും അനങ്ങരുത്. ശരി ചേച്ചി. നമ്മളെ പിടിച്ച് വണ്ടി കേട്ടാ മിണ്ടരുത്. ചോദ്യങ്ങളൊന്നും വേണ്ട, പറഞ്ഞനുസരിച്ചാ മതി. പറത്താനൊന്നും വേണ്ട. ഇങ്ങോട്ട് നോട്ടാക്കാൻ ഇങ്ങോട്ട് നടക്കടി ഇങ്ങോട്ട്. അവർക്ക് അവരുടെ മകനെ കുറിച്ച് സംസാരിക്കാം, എന്നോട് പൊട്ടിത്തെറിക്കാം. പക്ഷേ എന്റെ മകളെ കുറിച്ചുള്ള എന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. രാത്രി ഈ നേരമായി. എന്റെ മകൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അന്വേഷിക്കുന്ന പോലീസുകാർ കൂടെ അറിയില്ല. എന്നാ അതിനെക്കുറിച്ചൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കൂടെ തയ്യാറായില്ല. എന്നിട്ട് എന്റെ മുമ്പിൽ അവന്റെ അമ്മ സ്നേഹം വിളമ്പുന്നു. എനിക്കൊരു മനസ്സില്ലേ? അവരവരുടെ മകനെ താലോലിച്ചതിന്റെ 1000 ഇരട്ടി താലോലിച്ച ഞാൻ എന്റെ മോളെ വളർത്തിയത്. വിടില്ല ഞാൻ. ഒരുത്തനെ വെറുതെ വിടില്ല. മാഡം ഒന്ന് ശാന്തായിട്ട്. എങ്ങനെ ശാന്തമാകാനായിട്ടാ? എങ്ങനെയാണെന്ന് പറയുക. ഇത്ര നേരം സാധാരണ കൂട്ടുകാരുടെ കൂടെ പോകുന്ന പോലെ, അല്ലെങ്കിൽ അവള് സാധാരണ തരുന്ന സർപ്രൈസ് പോലെ അങ്ങനെയൊക്കെ കരുതി മനസ്സിന്റെ ഒരു വശത്ത് സമാധാനം കൂട്ടുകൂടി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോ ഇത്ര രാത്രിയായിട്ടും എനിക്കറിയില്ല സിനി. എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നുകൂടെ വിളിച്ചു നോക്ക്. പുറമേ ധൈര്യം കാണിക്കുമ്പോഴും എനിക്ക് പുള്ളി പേടി തോന്നുവോ? എങ്ങോട്ടാടാ? ഉച്ചിമലയിലേക്ക് സാർ. ഈ രാത്രി ഉച്ചിമലയിൽ നിനക്കൊക്കെ എന്താ പരിപാടി? മാമൻ അവിടെ ഒരു കടയുണ്ട്, സാധനങ്ങൾ എടുക്കാൻ പോയിരുന്ന. അടിക്കും തുറക്ക്. ഒന്ന് ചെല്ലടാ, ഇറങ്ങി ചെന്ന് തുറന്നു കൊടുക്കും. ചാക്കുകെട്ടിലെ ആളാനൊക്കെ അവർ കണ്ടാലേ ഞാൻ വണ്ടി എടുത്തോണ്ട് പോകും. നീ എങ്ങനെയെങ്കിലും എത്തിയേക്കണം. തുറക്ക്.
എന്താ ഇതില്? കുറച്ച് പലചരക്കും പച്ചക്കറിയാണ് സാർ. നിങ്ങൾ എവിടുന്ന വരുന്നേ? സാറേ കട പൂട്ടി വരുന്ന വഴിയാ. എന്ത് കട? കാട് കാണാൻ വരുന്നവർക്ക് നാരങ്ങ വെള്ളം സോഡയൊക്കെ കൊടുക്കുന്ന കടയാ. അപ്പൊ ഇവിടെ വരുന്ന എല്ലാ ആളുകളെയും വണ്ടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടാവുമല്ലോ. ആ ഉണ്ട് സാറേ. സംശയം തോന്നുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഏതെങ്കിലും വണ്ടികൾ വരികയോ നിർത്തിയിടുകയോ ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ആ അതെ സാർ, ഒരു വണ്ടി ഇന്നലെ മുതൽ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അത് 2-3 സ്ഥലങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അതിൽ നേരം പുറത്തിറങ്ങിയില്ല. ആ വണ്ടിയുടെ നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല, നമ്പറൊന്നും എനിക്ക് ഓർമ്മയില്ല സാർ. ഇത്തിരി മുമ്പ് ആ വണ്ടി ഇതിലെ മുകളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. സാറേ സത്യം പറഞ്ഞ അവന്മാർ ഞങ്ങൾ ഇടിച്ചിട്ടച്ച് പോകേണ്ടതായിരുന്നു. അമ്മാതിരി പോക്കല്ലേ അവന്മാർ പോയേ. ഇവിടുന്ന് അങ്ങോട്ട് പോയ ഏതെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളോ മറ്റോ ഉണ്ടോ? ആ ഉണ്ട് സാറേ. ഇവിടുന്ന് 4ാമത്തെ വളവ് കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് പഴയൊരു ഫാക്ടറി ഉണ്ട്. ആ നിങ്ങൾ രണ്ടുപേരും പോയിക്കോ. കാടിന്റെ അതിർത്തിയില് പോലീസുകാരുണ്ട്. അവരുടെ അടുത്ത് മേൽവിലാസവും ഡീറ്റെയിൽസും എഴുതി കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. ഓ ചെല്.